കിണറിന് ഒരു ചുറ്റുമതിൽ കെട്ടണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് നോക്കി ഞങ്ങൾ ഇത് ആദ്യം കിണർ ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ടേ നമുക്ക് മതിൽ കെട്ടാൻ പറ്റുള്ളൂ. ഏതായാലും അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കാണ്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അത് സൈഡൊന്ന് ലൂസാക്കിയിട്ടാളെ. നമുക്ക് പടവിന് തടസ്സമായിട്ടിരിക്കേണ്ട ഒരു സാധനമാണിത്. ഒരു ഒറ്റപ്പാറ ഉണ്ട്, കരിങ്കല്ലിൻ്റെ ഒരു ഒറ്റപ്പാറ, ഒരു ഉരുണ്ട പാറാണ്. നമുക്ക് മുകൾക്ക് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് താഴത്തേക്ക് ഇട്ടു. ഇനി അടിഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പൊട്ടിച്ചാണ് കയറ്റിയാൽ മതി. കല്ല് കെട്ടി പോക്കാനുള്ള ഭാഗങ്ങളൊക്കെ ചെരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ലൈൻ വെച്ചത് വാട്ടർ ലെവലിലാണ് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ മുകൾക്ക് എടുക്കുന്ന സമയത്ത് റൗണ്ട് ക്ലിയറായി ലാസ്റ്റിക്ക് എത്തുന്ന സമയത്ത് അത് ഒരു ഭാഗം ചെരിഞ്ഞ് ഇങ്ങനെ വെക്കും. 2-3 ലൈൻ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈഡൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത ലെയർ വെക്കേണ്ടത് കേട്ടോ. 3 വരെ ആയി കഴിഞ്ഞാൽ ഒരു ലെയറായിട്ടോ. ഞാൻ അടുത്ത ലെയറിന് എന്ത് ചെയ്യണം, 3 ഇഞ്ച് വലിച്ചിട്ടാണ് കിട്ടുക. ആ വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടി, കരിങ്കല്ലിൻ്റെ ആ ഭാഗം കൂടി ക്ലിയറായി കിട്ടണം. ആ വർക്ക് നമുക്ക് നാളെ കാണട്ടോ. ഓക്കെ.